നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺകാരുടെ ഫിസിക്സിന്റെ പരീക്ഷ ഒരുപാട് പേര് വെച്ച് നിങ്ങൾ പ്ലസ് ടുക്കാർ അടിപൊളിയായിട്ട് ഫിസിക്സ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെയും ഫിസിക്സ് ഗംഭീരമായിരിക്കണം. കാരണം മാത്സ് ഒരു ഇച്ചിരി കുറച്ച് പേർക്ക് കുഴപ്പിച്ചുകൊണ്ട് ഫിസിക്സ് ഗംഭീരമായിരിക്കണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെ വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രോബ്ലംസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും എല്ലാം തരും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാഷ് ചെയ്യണം, ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഈ ആദ്യത്തെ ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. നമ്മൾ ഓവർ കോൺഫിഡൻസ് ഇരിക്കും. ഈ ചാപ്റ്റർ ഭയങ്കര നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നവർ ഒരുപാട് പേര് കാണും. ഡയമെൻഷൻ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഈസിയാണ്. ഡയമെൻഷൻസ് അറിയാമെങ്കിൽ ഒരു 6 മുതൽ 7 മാർക്ക് വരെ ഇങ്ങനെ പോരും. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ അങ്ങനെ ഡയമെൻഷൻ മാഷ് പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചു തരും. ഇത് പഠിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം 5 മിനിറ്റിനുള്ളിൽ നിങ്ങളിത് പഠിച്ചു തരും. നല്ല ശ്രദ്ധിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ബുക്ക് കൂടെ എടുത്ത് അങ്ങ് എഴുതി പഠിച്ചോളുക. റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല സൂപ്പറായിട്ട് പഠിക്കാം. അന്നേരം ഒരു 10-15 ഡയമെൻഷൻ നമുക്ക് മസ്റ്റായിട്ടും പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ഡയമെൻഷനും അടിപൊളിയായിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾ കമൻറ്റ്സ് എന്തായാലും ഇടണം. വാരിക്ക് ഒരു കമൻറ്റ്സ് ഇടണം. നിങ്ങളുടെ സീനിയേഴ്സൊക്കെ അതിനകത്ത് യാതൊരു പിശുക്കും കാണിക്കത്തില്ല. കമൻറ്റ് ഇടുന്നതിന് എന്താ പിശുക്കാടി? അന്നേരം ഞാൻ ഡയമെൻഷൻ തുടങ്ങുകയാണ്. ഡയമെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട 3 വാക്കാണ് എമ്മും എല്ലും ടിയും. എന്താണ് എം, എന്താണ് എൽ, എന്താണ് ടി? എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. അതിന്റെ 3 ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അതിനെ MLT ഫോം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് MLT ഫോം. അത് നമുക്ക് ആദ്യം മാസിന്റെ ഡയമെൻഷൻ വളരെ സിമ്പിൾ ആയിട്ട് മാസിന്റെ ഡയമെൻഷൻ എം, 2 ലെങ്തിന്റെ ഡയമെൻഷൻ എൽ, ഓക്കെ ആണോടെ? പറഞ്ഞല്ലേ? 3 ടൈമിന്റെ ഡയമെൻഷൻ ടി, MLTI. ഓക്കെ, അടുത്ത ഏരിയ. പിച്ച വെച്ച് പഠിച്ചു തുടങ്ങണം. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ പിന്നെ ഡയമെൻഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഏരിയ ഈസിക്കൽ ലെങ്തിന്റെ എൽ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ലെങ്ത് തന്നെയാണ്. അന്നേരം എൽ ഇൻറ്റു എൽ, അന്നേരം ഏരിയ ഈസിക്കൽ ടു എൽ സ്ക്വയർ. ചിലരിങ്ങനെ എഴുതും M⁻0 എൽ സ്ക്വയർ T⁻0. M⁻0 A⁻0 എന്ന് പറഞ്ഞാൽ 1 എൽ സ്ക്വയർ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ ഫോമിൽ എഴുതണം നിർബന്ധമൊന്നും നമുക്ക് ഇല്ല. അന്നേരം 4 5 വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അത് നിങ്ങൾ തന്നെ പറഞ്ഞേ. വി ഈസിക്കൽ ലെങ്തിന്റെ എൽ ഇൻറ്റു ബ്രെഡ്ത്തിന്റെയും എൽ, ഹൈറ്റിന്റെ എൽ, വി ഈസിക്കൽ ടു L3. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഡയമെൻഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഡയമെൻഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇല്ലേ? അടുത്ത മാഷ് 6ാമത്തെ ഞാൻ ഇവിടോട്ട് അങ്ങ് എഴുതി പോവാണ്. 6 ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ഡെൻസിറ്റി മാസ് ബൈ വോളിയം. മാസിന്റെ എം ബൈ വോളിയത്തിന്റെ L3. എം ബൈ L3. ഇപ്പം A/B² എന്നാണ് എഴുതുന്നത് വെച്ചോ. B² മുകളിൽ പോകുമ്പോൾ AB², ഇത് പോസിറ്റീവ് ആയിട്ടുള്ള B⁻² ആവും. അങ്ങനെയാണെങ്കിൽ M/L3 എന്നുള്ള എന്താ വരും? ML⁻³ എന്നത്. ML⁻³ അന്നേരം ഡെൻസിറ്റി 6 പക്കയാണോ? ഉറപ്പിച്ചോണോ? 6. ഇതിനകത്തുനിന്ന് ഞാൻ 2 നിങ്ങൾക്ക് ചെയിൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റണം. അന്നേരം മാഷ് അടുത്ത ഡയമെൻഷനിലേക്ക് പോവാണ്. അടുത്തത് 7ാമത്തെ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഈക്വൽ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്താ. അതായത് എൽ ബൈ ടൈമിന്റെ ടി. ടി എന്ന് പറഞ്ഞാൽ T⁻1 ആണ്. അന്നേരം എൽ T⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ L⁻⁻1. ക്ലിയർ ആയോ? അടുത്ത 8 വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്ത് എളുപ്പമാണ് ഡയമെൻഷൻ നോക്കണം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ L/T. അതും L/T തന്നെയാണ്. ഇത് T⁻1. അത് മുകളിൽ പോയി എന്ത് വരും?
L t raised to -1. 8 എണ്ണമായി. മാഷ് ഒരു 15 എണ്ണമൊക്കെ വരെ പറഞ്ഞുതരാം. 9 ആക്സിലറേഷൻ. ഞാൻ ആക്സിലറേഷൻ എന്നങ്ങ് എഴുതുക. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അന്നേരം നമ്മൾ വെലോസിറ്റി അറിഞ്ഞിരിക്കണ്ടേ? വെലോസിറ്റി എന്തുവാ? L t raised to -1 ബൈ ടൈമിന്റെ എന്തുവാ? T. നിങ്ങൾ ഇവിടെ ശരിക്കും ഒന്ന് കണ്ണ് കൂർപ്പിച്ച് നോക്കി. സ്പീഡും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ സെയിം അല്ലയോ? L t raised to -1 ഇല്ലയോ? രണ്ടെണ്ണത്തിന്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെയർ. പെയർ എന്ന് പറയും. രണ്ടെണ്ണത്തിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെയർ. ഓക്കെ, അന്നേരം ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അന്നേരം L t raised to -1 ബൈ T. T എന്ന് പറഞ്ഞാൽ T raised to 1 ആ. T raised to 1 മുകളിൽ പോകുമ്പോൾ എന്ത് വരും? T raised to -1 into T raised to -1. A raised to m into A raised to n എന്ന് പറഞ്ഞാൽ A raised to m plus n എന്നാകുമ്പം ഇത് A is equal to L t raised to -2. ആക്സിലറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത 10ാമത്തത് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F is equal to m a എന്ന് എഴുതിക്കോ. F is equal to എമ്മിന് പകരം ക്യാപിറ്റൽ എം, ആക്സിലറേഷന് പകരം L t raised to -2. ഈ ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ഇടത്ത് ഫോഴ്സ് നമുക്ക് ചോദിക്കും. 10 എണ്ണം പക്ക ക്ലിയർ ആണെന്ന് നോക്കി. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. കാരണം ഈ ചാപ്റ്റർ അറിയണമെങ്കിൽ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. ഇതുവരെയും ഡയമെൻഷൻ പഠിക്കാത്തവർ പോലും ഇത് പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അടുത്തതിലേക്ക് 11 വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഫോഴ്സിന്റെ എന്തുവാ ഇപ്പം പഠിച്ചതാണ്? ml t raised to -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L. അന്നേരം m L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L സ്ക്വയർ t raised to -2. ക്ലിയർ ആയോ? ഇനി എനർജി. എനർജി എന്ന് പറഞ്ഞാൽ വർക്കിന് തുല്യം. അന്നേരം വർക്കിന്റെ ഡയമെൻഷൻ എന്തുവാ? ml സ്ക്വയർ t raised to -2. അന്നേരം ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ഇല്ലേ? ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? പെയർ എന്ന് പറയാം. ഈക്വൽ ഡയമെൻഷൻ വന്നോട്ട്. അടുത്തത് 13 പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് എന്തുവാ? വീണ്ടും ഫോഴ്സ് വന്നു. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ എന്തുവാ? ml t raised to -2 ബൈ ഏരിയയുടെ L സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. L സ്ക്വയർ ഒരു എല്ലും വെട്ടിപ്പോയി. ബാക്കി L സ്ക്വയർ ഇവിടെ ഒരു L വരും. അത് മുകളിൽ പോകുമ്പോൾ L raised to -1 t raised to -2. 13 എണ്ണം പഠിപ്പിച്ചു. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഡയമെൻഷൻ ഏത് ഡയമെൻഷനും ചെയ്യാം. 2 എണ്ണം ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. നിങ്ങൾ ആൻസർ കമന്റിനകത്ത് ഇട്ടേക്കണം. ഒന്ന് മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി. നിങ്ങൾ ഡയമെൻഷൻ കണ്ടുപിടിച്ചു വേണം. ഇമ്പൾസ്, ഫോഴ്സ് ഇൻറ്റു ടൈം. ഇത് 2 എണ്ണം ഹോംവർക്കായിട്ട് മക്കൾ ചെയ്യണേ. ഇതറിഞ്ഞാലേ നമുക്ക് യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്, ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. പക്ഷേ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. ABCD അറിഞ്ഞിരുന്നാലേ നമുക്ക് വാക്കുകൾ തകർത്ത് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഡയമെൻഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ അറിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്ററിലോട്ട് നമുക്ക് കയറാൻ പറ്റൂ. നല്ല കിടുകാഴ്ചയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഡയമെൻഷൻസ് പഠിക്കണം. നിങ്ങളുടെ കമൻസ് ഒക്കെ ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. ഒന്നും പഠിക്കാത്തവരും തുടങ്ങിക്കൊള്ളുക. ഫിസിക്സ് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. എപ്പോഴും എളുപ്പമാണെങ്കിൽ എളുപ്പമാണ്, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണി നല്ല 8ന്റെ പണി കിട്ടും. അങ്ങനെ പണിയൊന്നും കിട്ടത്തില്ല. നിങ്ങൾ ഗംഭീരമായിട്ട് പഠിച്ചാൽ മതി. നോട്ട്സ് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടും. നിങ്ങളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനകത്ത് കാണും. അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഫിസിക്സിന് കിട്ടും. +1 കാർക്ക് നല്ല ഗംഭീരമായിട്ട് പഠിക്കുക. മാഷിൻ്റെ പിന്തുണ എപ്പോഴും ഉണ്ട്. ഫുൾ എനർജിയോടെ നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും, പ്രോബ്ലംസും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും എല്ലാം ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കീപ് സപ്പോർട്ടിങ്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.